നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഡിപ്ലോമ ഉള്ളവരാണോ? അല്ലെങ്കിൽ ഡിപ്ലോമ അവസാന വർഷ വിദ്യാർത്ഥിയാണോ? എങ്കിൽ നിങ്ങൾക്കും വെറും 3 വർഷം കൊണ്ട് ഇനി ബിടെക് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. അതെ, ലെറ്റ് അഥവാ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് 2025 ഉടൻ നടക്കാനിരിക്കുകയാണ്. ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. മുൻവർഷങ്ങളിൽ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ക്ലാസുകൾ ലൈവ് സെഷൻസായും റെക്കോർഡഡ് സെഷൻസായും നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങളുണ്ടാകും. അതോടൊപ്പം എ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് ടോപ്പിക് വൈസ് എക്സാംസ്, ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് എന്നിവ അടങ്ങിയ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് നെറ്റ് എക്സാമിന്റെ ഇംഗ്ലീഷ് പോർഷൻ ആണ് നോക്കുന്നത്. അപ്പൊ നമ്മുടെ സിലബസ് ഒന്ന് എന്താണെന്ന് ആദ്യം നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അവൈലബിൾ. അപ്പോൾ ഉള്ളതിൽ നിന്ന് വെച്ചിട്ട് ഏത് പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ആ പോർഷൻ ഒരുപാട് ഡെപ്തിൽ ഗ്രാമർ പ്രീവിയസിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇൻഡെപ്തിൽ ഗ്രാമർ പഠിക്കേണ്ട, പക്ഷെ എന്നിരുന്നാലും ഏകദേശം എല്ലാ ഗ്രാമർ പോർഷനും നമ്മൾ ടച്ച് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ വൊക്കാബുലറി, കുറച്ച് മീനിങ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്പെല്ലിംഗ് കറക്ഷൻ, ഇങ്ങനെ കുറച്ച് മേഖലകളിൽ നിന്നാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. മൊത്തം 10 ക്വസ്റ്റ്യനുകൾ, അതിൽ 5 പാസേജ് ആണ്. പാസേജ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റീഡിങ് സ്കില്ല് അനുസരിച്ചിട്ടാണ്. ഒരുപാട് ടഫുള്ള പാസേജ് ആയിരിക്കത്തില്ല ചോദിക്കുന്നത്, സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഒരു സിമ്പിൾ ലോജിക്ക്. പക്ഷെ ചില വേർഡിന്റെ മീനിങ് നിങ്ങൾക്ക് ചിലപ്പോൾ ഡയറക്റ്റ് കാണുമ്പം ഇന്ന മീനിങ് ആണ് എന്ന് അറിഞ്ഞില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ലൈൻ ടോട്ടലി ഇത് വായിക്കുന്ന സമയത്ത് ഏകദേശം ഇതായിരിക്കും ആ വേർഡിന്റെ മീനിങ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള വേർഡ്സ് നിങ്ങൾ പ്രതീക്ഷിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇന്ന വേർഡ് എനിക്ക് അറിഞ്ഞില്ല എന്ന് എഴുതി നിങ്ങൾ ഉടനെ ടെൻഷൻ അടിക്കാൻ പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ നമ്മൾക്ക് ഇന്ന് ഫസ്റ്റ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നോക്കാം. പാസേജ് റീഡിങ് ട്രിക്സ് കുറച്ച് നമുക്ക് നോക്കണം. അതായത് ഒരു പാസേജ് നമ്മൾ പല രീതിയിൽ നമുക്ക് വായിക്കാം അല്ലെ. ഒരു പാസേജ് വെറുതെ നമുക്ക് പതുക്കെ ഇരുന്ന് വായിച്ച് സമയമൊക്കെ എടുത്ത് വായിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ അത് സ്പീഡിൽ വായിച്ചിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് പിന്നെ വായിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് പാസേജ് വായിക്കാം. പക്ഷെ ടോപ്പേഴ്സ് എങ്ങനെയാണ് പാസേജ് വായിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ട്രിക്കിൽ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ്, ജനറൽ ഇംഗ്ലീഷിന്റെ സിലബസ്. ജനറൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് സിലബസ് ആയിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും എന്തൊക്കെയാണ് നമുക്ക് അതിൽ നോക്കേണ്ടത് അല്ലെ. ജനറൽ ഇംഗ്ലീഷിന്റെ ഗ്രാമർ എന്ന് പറയുമ്പോൾ എന്താണ്, നൗൺ വരുന്നുണ്ട്, ടെൻസ് വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത് എന്ന് നമ്മൾ കാണും. അതേപോലെ തന്നെ പാസേജ്, 2 പാസേജ് പ്രീവിയസിൽ ചോദിച്ച തന്നെ പാസേജ് നമുക്ക് ഇന്ന് 2 എണ്ണം ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, സിമ്പിൾ പാസേജ് ആണോ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും ഒരു വർഷം ഇല്ലാത്ത രീതിയിൽ ചോദിക്കുന്നൊരു പാർട്ടാണ് ഈ മിസ്പെൽഡ് വേർഡ്. അതായത് സ്പെല്ലിംഗ് തെറ്റിച്ചിട്ട് ഒരു വേർഡ് കൊടുക്കും. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വേർഡ് ആകണമെന്നില്ല. അതേപോലെ തന്നെ തീരെ മനസ്സിലാക്കാൻ പറ്റാത്തതും ആകണമെന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് കണ്ടുപിടിക്കാം എന്നുള്ള ഒരു രീതിയിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, ഒറ്റ നോട്ടത്തിൽ നമുക്ക് വേറെ പല ഓപ്ഷനും ആയിരിക്കും തോന്നുന്നത്. പക്ഷെ ഒന്ന് നമ്മൾ മനസ്സിരുത്തി നമ്മൾ വായിച്ച സെന്റൻസും നമ്മൾ കണ്ടിട്ടുള്ള വേർഡ്സും ഒക്കെ ഒന്ന് റീകളക്ട് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ആ ഒരു സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളത് കിട്ടും. അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. പിന്നെ വരുന്നത് ജനറൽ ഗ്രാമർ റൂൾസ്. ഓക്കെ, നമ്മൾ ഗ്രാമർ എന്താണെന്നാണ് കണ്ടത്. അപ്പൊ അതിന്റെ റൂൾസ് കുറച്ച് നമ്മൾ ഇന്ന് നോക്കും. ഓക്കെ, മിസ്പെൽഡിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മൾ നോക്കണം. ഫസ്റ്റ് തന്നെ നമുക്ക് പാസേജ് റീഡിങ്ങിന്റെ പോർഷനിലേക്ക് വരാം. അപ്പൊ നമുക്ക് 5 മാർക്കാണ് പാസേജ് റീഡിംഗ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരു ടെക്സ്റ്റ്, ഒരു കുറച്ച് പോർഷൻ നിങ്ങൾ വായിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്കൊരു നിങ്ങൾ ഇപ്പൊ ഈ സെന്റൻസ് വായിക്കാം. വൈൽ റീഡിങ് എ പീസ് ഓഫ് ടെക്സ്റ്റ് വി ഹാവ് ടെൻഡൻസി ടു മൂവ് ബാക്ക്, ക്രോസ് ചെക്ക് ആൻഡ് റീഡ് ദ തിങ്സ്. ഇത് വായിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ ഒന്നും കൂടെ വൈൽ റീഡിങ് എ പീസ് ഇങ്ങനെ വായിക്കാനുള്ള ടെൻഡൻസി നമുക്ക് വരും. അത് നോർമലാണ്. കാര്യം എന്താണ്,
നമുക്കറിയാം മലയാളം ആണെങ്കിൽ പോലും നമ്മൾ ഒരു തവണ വായിച്ച് നല്ല വൊക്കാബുലറീസ് ഒക്കെ ഉള്ള, അതായത് നല്ല ലാംഗ്വേജ് ഉള്ള, അത്യാവശ്യം ആവറേജ് ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് വായിച്ചിട്ട് പിന്നെയും ബാക്കിലോട്ട് പോകും. നമുക്കത് മനസ്സിലാക്കണം അല്ലെ, അതിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, പാസേജ് റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ബുക്ക് വായിക്കുന്ന ഒരു ലാഘവത്തോടെ നിങ്ങൾ അതിനെ കാണരുത്. കാരണം നമ്മുടെ എക്സാം എന്ന് പറയുമ്പോൾ സമയം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നമ്മൾ അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ ഇരുന്ന് ബുക്ക് വായിക്കുന്ന ഒരു ലാഘവത്തോടെ നിങ്ങൾ ആ ഒരു റീഡിങ്ങിനെ കാണരുത്. അതേസമയം നിങ്ങൾ ഒരു ടൈം ലിമിറ്റ് വെക്കുക. ഓക്കെ, ഒരു ടൈം നിങ്ങൾ അലോട്ട് ചെയ്യുക. നിങ്ങളുടെ എക്സാം പാറ്റേൺ അല്ലെ ആ ഒരു മണിക്കൂർ ടോട്ടൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ പാസേജ് റീഡിങ്ങിന് വേണ്ടിയിട്ട് എത്ര സമയം നിങ്ങൾക്ക് മാറ്റി വെക്കാം. സേ ഒരു 1 മിനിറ്റ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾ കുറച്ച് ഇന്റലിജന്റ് ആണ് വായിക്കാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊരു 30 സെക്കൻഡ്സ് ഒക്കെ വെക്കുക. ഓക്കെ, കാര്യം നമ്മുടെ പ്രീവിയസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള പാരഗ്രാഫ് അല്ല കൊടുത്തിട്ടുള്ളത്. ഒരു കൂടിപ്പോ ഒരു 10 സെന്റൻസ് അത്രേ ഉള്ളൂ ആ പാസേജ്. അപ്പൊ ആ ഒരു 10 സെന്റൻസ് വായിക്കാൻ, ഒരു സെന്റൻസ് വായിക്കാൻ നിങ്ങൾക്ക് എത്രയാണ്, 2 സെക്കൻഡ് മതിയെങ്കിൽ 20 സെക്കൻഡ് മതിയാവില്ലേ? ഇനി നിങ്ങൾക്ക് ആ ഒരു മീനിങ്സ് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ വായിക്കാൻ എന്നെടുക്കും. 20 സെക്കൻഡ്സ് പ്ലസ് 20 സെക്കൻഡ്സ് ഒരു 40 സെക്കൻഡ്സ് എക്സ്ട്രാ ഒരു ലാഗ് വന്നു ഒരു 10 സെക്കൻഡ്, എങ്ങനെ പോലും ഒരു 60 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് തീർക്കാം. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊന്നും പറ്റിയില്ല, കുറച്ച് പതുക്കെയാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിലും ഒരു മിനിറ്റ് എന്നുള്ളൊരു ടൈം ഫ്രെയിം നിങ്ങൾ വെക്കുക. ഈ 1 മിനിറ്റിനുള്ളിൽ ആ പാസേജ് വായിക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക, ഇതിന്റെ ഒരു മെന്റൽ മാപ്പ് നിങ്ങൾ ഉണ്ടാക്കുക. അതായത് എവിടെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ഏത് പോർഷനിലാണ് വരുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ തക്കവണ്ണം ഉള്ള രീതിയിൽ ഒരു മൈൻഡ് മാപ്പ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്, ഒരു ടെക്സ്റ്റ് നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഈ മൂവ് ബാക്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസി അത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, നിങ്ങൾക്ക് മാത്രമല്ല. അപ്പൊ അതെന്ത് ചെയ്യുക, മൂവ് ബാക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത്. അതായത് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഫീല് ഞാൻ പറഞ്ഞുതരാം. അയ്യോ ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ വായിച്ചിട്ടില്ല, ഇങ്ങനെ തോന്നും. പക്ഷെ നിങ്ങൾ ആ ഒരു രീതി പ്രാക്ടീസ് ചെയ്ത് വരിക. അപ്പൊ ക്രോസ് ചെക്ക് ചെയ്യാനോ റീഡ് ചെയ്യാനോ പോവണ്ട. കാരണം നമുക്ക് ഈ പാസേജ് ഇനിയും നോക്കാനുണ്ട്. കാര്യം ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് പിന്നെ ഇത് തിരിച്ചു നോക്കണ്ടേ. അപ്പൊ നമ്മുടെ എത്ര സമയമാണ് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് പോകുന്ന ആ ഒരു റൂട്ടില് വെറുതെ എവിടെയാണ് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ സാധാ നമ്മളൊന്ന് വായിച്ചു പോവുക. അപ്പൊ ഈ ഒരു പ്രോസസ് അല്ലെ ഈ മൂവ് ബാക്ക് ചെയ്യാനുള്ള ടെൻഡൻസിക്ക് റിഗ്രഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ റിഗ്രഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ഇതിന് നിങ്ങൾക്ക് റീഡിങ്ങിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഒന്ന് ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടാലും നിങ്ങൾക്ക് ഈ റിഗ്രഷൻ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാനായിട്ട് സാധിക്കും, അത് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ റിഗ്രഷൻ നല്ലൊരു ടൈം കില്ലർ ആണ്. അപ്പൊ അത് നിങ്ങൾ ഈ പാസേജ് റീഡിങ്ങിൽ ഫസ്റ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യുക. ജനറൽ ആയിട്ട് പാസേജ് വായിക്കുമ്പോൾ ഉള്ള കുറച്ച് സ്ട്രാറ്റജീസ്, നിങ്ങൾ പാസേജ് റീഡിങ്ങിന് വളരെ തീരെ നിങ്ങൾ ഇന്റലിജന്റ് അല്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, സെൽഫായിട്ട് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ അത്യാവശ്യമാണ്. നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ ശരി ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മളെ കൊണ്ട് പറ്റുമെന്ന് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുക. അപ്പോൾ ചിലപ്പോൾ ഇംഗ്ലീഷിന് കുറച്ചൊന്ന് നിങ്ങൾ ബാക്ക്ഔട്ട് ആണ് എന്ന് വിചാരിച്ച് പോകാൻ മാത്രം ടഫായിട്ടല്ല നിങ്ങളുടെ പാസേജ് എക്സാമിന് ചോദിക്കുന്നത്. അത്യാവശ്യം ആവറേജിൽ ബിലോ ആവറേജ് കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാസേജസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മോട്ടിവേഷൻ ഒരിക്കലും കുറയ്ക്കരുത്. സെൽഫ് മോട്ടിവേറ്റഡ് ആവുക നിങ്ങൾ. പിന്നെ നിങ്ങൾ ഈ പാസേജ് വായിക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് ചെയ്യുകയാണ്. അപ്പൊ പാസേജ് വായിക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എക്സാമിന് ഇൻവിജിലേറ്റർ ഒപ്പിടാൻ വരുവാണോ, അങ്ങനെ എന്തെങ്കിലും പരിപാടിയാണ് നടക്കുന്നത്, നിങ്ങൾ ഈ പാസേജ് വായന മാറ്റിവെക്കുക. എന്നിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വലിയ ഡിസ്ട്രാക്ഷൻ ഒന്നും വന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതിലോട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്നിട്ട് ഫ്രീ ആവുമ്പോൾ ഒന്ന് കാം ആവുന്ന സമയത്ത് എന്ത് ചെയ്യുക, പാസേജ് വായിക്കുക. അപ്പൊ ഡിസ്ട്രാക്ഷൻ കുറഞ്ഞിരിക്കും, നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടും, റിഗ്രഷൻ പോവില്ല. ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിൽ തന്നെ നിങ്ങൾ ഒരു കീവേഡ്സിന്റെ നോട്ട്സ് ഉണ്ടാക്കുക. അതായത് നിങ്ങൾ ഒരു സെന്റൻസ് വായിക്കുന്ന കൂടെ തന്നെ നിങ്ങൾ അത് എങ്ങനെ എഴുതി പോവാ, അത് ഫുൾ എഴുതി പോകാനല്ല പറയുന്നത്. നിങ്ങൾ വായിക്കുമ്പോൾ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ അതിന്റെ ഒരു മെയിൻ ഐഡിയ ഇതാണെന്നുള്ളത് കിട്ടും. അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത സെന്റൻസ് വായിക്കുമ്പോൾ നോട്ട് ചെയ്യുക. അടുത്ത സെന്റൻസ് വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു 10 കീവേഡ്സ് ആയാലും 10 സെന്റൻസ് ആയി അല്ലേ, അതേപോലെ ഒരു 15 കീവേഡ്സ് ആയാലായി. ഇതിനുശേഷം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ കീവേഡ്സ് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. തീരെ
ഇൻഡെപ്തിൽ ചോദിച്ചിട്ടുള്ളത് മാത്രം ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, വീണ്ടും പോയിട്ട് പാസേജ് വായിച്ചാൽ മതി. ഇനി ഡിഫിക്കൽട്ട് വേർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്ട്രെസ് ചെയ്തൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി എക്സാമിന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫോക്കസ് ഒൺലി ഓൺ കീവേഡ്സിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത്. കാരണം ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പാസേജ് 10 സെന്റൻസ് ആണ്, ഈ 10 സെന്റൻസിലെ ഓരോ വേർഡ്സും നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യൻസ് ആകെ 5 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ 5 ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങൾ മാത്രം നമുക്ക് കറക്റ്റ് ആക്കിയാൽ മതി. അപ്പൊ അതിന് നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യുക. ഓക്കെ. അപ്പൊ ലോജിക്കൽ ലിങ്കേജസ് ഉണ്ടാക്കുക, ഒരു കീവേഡിൽ നിന്നും അടുത്ത കീവേഡിലേക്ക് പോകും. ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഒരൊറ്റ ഇരിപ്പിന് സാധിക്കില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നിങ്ങൾ ധാരാളം പാസേജസ് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്ന പാസേജസ് തന്നെ നിങ്ങൾക്ക് ധാരാളമാണ് ഈ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ 2 എണ്ണം ചെയ്യും ഡെയിലി. ഇപ്പൊ നമ്മൾ എത്ര ക്ലാസ് ഉണ്ടോ അതിൽ ഓരോ 2 പാസേജസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നത്. ഇനി ഓരോ കീവേഡ്സ് നമ്മൾ പറഞ്ഞു, ആ കീവേഡ്സ് ഒക്കെ റീറ്റെയിൻ ചെയ്ത് നിങ്ങളുടെ മെമ്മറിയിൽ വരത്തക്ക രീതിയിലുള്ള നോട്ട്സ് ആയിരിക്കണം നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. ഫൈനലി ഒരു മെന്റൽ മാപ്പ് നിങ്ങൾക്ക് കിട്ടി, ഇന്ന രീതിയിലാണ് ഈ കഥ പോകുന്നത്. കഥയാക്കി വേണം ഒരു പാസേജിനെ നിങ്ങൾ എപ്പോഴും വായിക്കാൻ. അത് കഥയല്ലെങ്കിൽ കൂടി ഒരു എക്കണോമിക്സ് ആണെങ്കിൽ, ഒരു ഫിനാൻസ് സെക്ടറിന്റെ ഒരു ഡേറ്റ ആണ് ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, എന്താണെങ്കിലും എന്ത് ടഫ് ആണെങ്കിലും ഈസി ആണെങ്കിലും നിങ്ങൾ ഒരു മെന്റൽ മാപ്പ് ആ പാസേജിന്റെ ഉണ്ടാക്കുക. ഓക്കെ. അപ്പൊ കീവേഡ്സ് ഒരു എക്സാമ്പിൾ പറയാണ്. പാസേജ് ആസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് വേൾഡ് വൈഡ് ടംബിൾഡ് എന്നുള്ള വേർഡ് വന്നപ്പോൾ നമുക്കൊന്ന് അവിടെ നിന്ന് സ്ട്രൈക്ക് ചെയ്തു, അത് അണ്ടർലൈൻ ചെയ്തു. ഓവർ കൺസേൺസ് ദാറ്റ് ഗ്രീസ് വുഡ് ഡിഫോൾട്ട് അണ്ടർലൈൻ ചെയ്തു. ഓൺ ഇറ്റ്സ് ഡെപ്റ്റ് ടു ദ ട്രോയ്ക്ക കംപ്രൈസിംഗ് ദ യൂറോപ്യൻ കമ്മീഷൻ, ദ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആൻഡ് ദ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, the people of Greece were being presented with a Hobson's choice by its government led by the leftist party Syriza. In the midst of intense negotiation with the representatives of the Troika over rolling over debt payments, the Syriza government sought to extend the deadline. അപ്പം ഒന്നുകിൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വരുന്ന സെന്റൻസ് ഇങ്ങനെ നിങ്ങൾക്ക് കീവേഡ്സ് ആക്കിയിട്ട് പോവാം അല്ലെ. അപ്പൊ കീവേഡ്സ് എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്? ടംബിൾഡ്, ഗ്രീസ് ഡിവോൾട്ട്, ലെഫ്റ്റിസ്റ്റ് പാർട്ടി, എക്സെൽ. ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ റൂട്ട് പിടികിട്ടി അല്ലെ. ഇത്രയും ടഫായിട്ടുള്ള വേർഡ്സ് ഉള്ളത് നിങ്ങൾക്ക് ചോദിക്കുന്നില്ല. പ്രീവിയസ് ഇയർ നമുക്ക് നോക്കിയാൽ തന്നെ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു മെന്റൽ മാപ്പ് ഉണ്ടാക്കി നമ്മുടെ മനസ്സിൽ അതിന്റെ ഒരു സമ്മറി ഉണ്ടാവണം. ഈ പാസേജിന്റെ ഇങ്ങനെയാണ് ഇത് പോകുന്നത്. കീവേഡ്സും നമ്മൾ ഫോക്കസ് ചെയ്യുക. അതേപോലെ തന്നെ ഏറ്റവും കുറച്ച് കീവേഡ്സിനുള്ളിൽ തന്നെ പാസേജ് നിങ്ങൾ ഇത് ചെയ്യാൻ നോക്കുക. കാരണം എഴുതി അത് അതേപോലെ എഴുതി വെച്ചാൽ വെറുതെ നമ്മുടെ സമയമാണ് പോകുന്നത്. വെറുതെ ജസ്റ്റ് ഒരു കീവേഡ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും എക്സാമിൽ പോയിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ഇപ്പൊ നിങ്ങൾ ഒരു പാസേജ് വായിക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ തുടരുക. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിക്കും. ചിലർ ഉണ്ട്, അതായത് നമ്മൾ പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ വായിക്കാൻ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ചെയ്യാം. പക്ഷെ എപ്പോഴും നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടാണ് പാസേജ് വായിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ എഴുതാൻ വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും അല്ലെ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് ഫസ്റ്റ് തന്നെ എഴുതി പോകാനായിട്ട് പറ്റും. അപ്പൊ 5 ക്വസ്റ്റ്യന് ഫസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് ഈ ആൻസർ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ വായിക്കുമ്പോൾ തന്നെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഇനി നിങ്ങൾ കണ്ടില്ല, നേരിട്ട് ആൻസർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എലിമിനേഷൻ യൂസ് ചെയ്യാം. ഓക്കെ. ഏതല്ല എന്നുള്ളത് എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് ഒന്നും കൂടെ നിങ്ങൾ പാസേജിലേക്ക് പോവുക. ഏതായിരിക്കും ശരി. തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക. വീണ്ടും വന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും സ്ട്രൈക്ക് ആവും. ഇനി ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. അതായത് ടൈറ്റിൽ ഓഫ് ദ പാസേജ് ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വായിച്ച ആ ഒരു കീവേഡ്സ് വെച്ചാൽ മാത്രം തന്നെ നിങ്ങൾക്ക് മതി ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ. ഇനി ആന്റോണിംസ് സിനോണിംസ് ആണെന്നുണ്ടെങ്കിൽ വൊക്കാബുലറി ക്വസ്റ്റ്യൻ ആണല്ലേ, അത് 2 സെന്റൻസ് ബിഫോറും 2 സെന്റൻസ് ആഫ്റ്ററും വായിച്ചാൽ തന്നെ എന്താണ് അത് ആ വേർഡ് ഉപയോഗിക്കുന്നത് ആ മീനിങ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ചാലഞ്ച് എന്താണ്? നമുക്ക് ആ വേർഡ് മീനിങ് വരുന്ന പുതിയൊരു വേർഡ് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. അതിന് എപ്പോഴും നമുക്ക് വൊക്കാബുലറി തന്നെ വേണം. ഓക്കെ. സിമ്പിൾ ആയിട്ടുള്ളതാണ് ചോദിക്കുന്നത്, എങ്കിലും ട്രിക്കി ആയിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ മാക്സിമം ആർസി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് വേർഡ്സ് ഒക്കെ നിങ്ങൾ വൊക്കാബുലറി ഒന്ന് റീഡിങ്ങിലൂടെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് വേർഡ്സ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണെങ്കിലും കുറച്ച് വേർഡ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ട് അതിന്റെ മീനിങ് ഈ ഓടായിട്ട് കാണുന്ന വേർഡ്സ് ഒക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് പഠിക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ ഒരു പർട്ടിക്കുലർ ലൈനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ കറക്റ്റ് നമുക്കത് ഡയറക്റ്റ് എഴുതാനായിട്ട് പറ്റും.
അപ്പൊ ഇതാണ് നമ്മുടെ പാസേജിൽ വരുന്ന കാര്യം. ഇനി നമുക്ക് ബേസിക് ഗ്രാമർ ആൻഡ് ജനറൽ ഇംഗ്ലീഷിൽ അത് നമുക്ക് 5 മാർക്സിനാണ്. അവിടെ നമുക്ക് നോക്കേണ്ടത് നൗൺസ് ആൻഡ് പ്രൊനൗൺസ് എന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ട് ടെൻസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെൻസസ് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ട്. വെർബ്സ്, അഡ്വേർബ്സ്, അഡ്ജക്റ്റീവ്സ് എന്ന്, പ്രിപ്പോസിഷൻ, അതേപോലെ തന്നെ സബ്ജക്ട്, വെർബ്, എഗ്രിമെന്റ്, ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൻസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, കൺജക്ഷൻസ്, കണ്ടീഷണൽസ്, പാർട്സ് ഓഫ് സ്പീച്ച്, കോമൺ എറേഴ്സ്, സെന്റൻസ് കംപ്ലീഷൻ, റീഅറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ്, മിസ്പെൽറ്റ് വേർഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ഗ്രാമർ ആൻഡ് ജനറൽ ഇംഗ്ലീഷിൽ നിന്നും നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇത്രയും പാസേജ് റീഡിങ്ങും ബേസിക് ഗ്രാമർ ഇത്രയാണ് നിങ്ങളുടെ ഒരു ടോട്ടൽ 10 മാർക്സിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് 2 പാസേജ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഗ്രാമർ പോർഷനിലേക്ക് കുറച്ച് പോർഷൻ നോക്കാം. അപ്പൊ 2 പാസേജ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പാസേജ് 1 ഇതാണ്, ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്. വളരെ സിമ്പിൾ പാസേജ് ആണ്, ഒന്ന് വായിക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു 2 മിനിറ്റ് എടുത്തിട്ട് ഈ പാസേജ് ഒന്ന് വായിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ ഒന്ന് എന്ത് ചെയ്താൽ മതി, പോസ് ചെയ്തിട്ട് വായിച്ചാൽ മതി. Caterpillars have a sixth sense that most land-based animals do not. They can sense electric fields around them with small bristles called setae on its body, a feat called electroreception. British researchers have discovered this in laboratory experiments, and their findings were published recently in the Proceedings of the National Academy of Sciences. They studied 4 species of caterpillars: cinnabar moth, scarce vaporer moth, European peacock butterfly, and common wasp. കഴിഞ്ഞു അല്ലെ? ഇതൊന്നൊരു 3, 4, 5 സെന്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഫോളോ ചെയ്ത ടെക്നിക്ക് എന്തായിരുന്നു? നമ്മൾ ഓരോ കീവേഡ്സും ബോൾഡ് ചെയ്തു. 6th സെൻസ് ഫസ്റ്റ് കീവേഡ് ആണ്, പിന്നെ ഇലക്ട്രിക് ഫീൽഡ്, നെക്സ്റ്റ് സീറ്റ്, നെക്സ്റ്റ് ഇലക്ട്രോ റിസപ്ഷൻ വന്നു, അതിനുശേഷം പ്രൊസീഡിങ്സ് ഓഫ് നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ് ബൈ ബ്രിട്ടീഷ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു മെന്റൽ മാപ്പ് അല്ലെങ്കിൽ മൈൻഡ് മാപ്പ് തയ്യാറാക്കുമ്പോൾ ഇത്രയും കീവേഡ്സ് നമ്മുടെ മനസ്സിൽ വരണം. അതിനുശേഷം ഇത് എന്തിനെ പറ്റിയിട്ടാണ്? കാറ്റർപില്ലേഴ്സിനെ പറ്റിയിട്ടാണ് ഈ പാസേജ് അല്ലെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. The 6th sense of caterpillars relates to the dash of the electric fields. Options ഒക്കെ purpose, pursuit, prevalence and perception. ഡയറക്ട്ലി ആ പാസേജിൽ തന്നിട്ടുണ്ട്. എന്താണ്? 6th sense that they can sense electric field around them with a small bristles called a setae, a feat called electroreception. അല്ലെ? ഇതിന്റെ ആൻസർ വരുന്ന പെർസെപ്ഷൻ ആണ്. പെർസെപ്ഷൻ 6th സെൻസ് എന്ന് പറയുന്നത് കാറ്റർപില്ലേഴ്സിലുള്ള പെർസെപ്ഷൻ ആണ്. ഓക്കെ, അപ്പം പെർസെപ്ഷൻ അതിന്റെ മീനിങ് തന്നെ പെർസീവ്, ടു ഡിറ്റക്ട് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. ദ എബിലിറ്റി ടു പെർസീവ് ഓർ ഡിറ്റക്ട് ഇലക്ട്രിക് ഫീൽഡ്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് പെർസെപ്ഷൻ എന്നുള്ളതാണ്. പർപ്പസ് വരില്ല, പെർസ്യൂട്ട് വരില്ല, പ്രിവാലൻസ് വരില്ല. 6th സെൻസ് എന്ന് പറയുന്ന ഒരു പെർസെപ്ഷൻ ആണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡിറ്റക്ട് ചെയ്യാനുള്ള കാറ്റർപില്ലേഴ്സിന്റെ എബിലിറ്റി, കഴിവിനെയാണ് നമ്മൾ ഇവിടെ 6th സെൻസ് അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോ റിസപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ പെർസെപ്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോ റിസപ്ഷൻ ഈസ് കൺസിഡേർഡ് എ ഫീറ്റ് ബിക്കോസ്. ഇലക്ട്രോ റിസപ്ഷൻ നമ്മുടെ പാസേജിലെ ഫീറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. വൈ? ഓപ്ഷൻസ് നോക്കാം. ദ സീറ്റേ ഫങ്ഷൻ ലൈക്ക് ഫീറ്റ്, ദ ബ്രിസ്റ്റിൽസ് resemble nails, it is a significant achievement, it was discovered only recently. ഇലക്ട്രോ റിസപ്ഷൻ ഒരു ഫീറ്റ് ആയിട്ടാണ് കാണുന്നത് ബിക്കോസ് ഇറ്റ് ഈസ് എ സിഗ്നിഫിക്കന്റ് അച്ചീവ്മെന്റ്. കാരണം കാറ്റർപില്ലേഴ്സിന്റെ ഒരു കഴിവിനെ പറ്റിയിട്ടല്ലേ നമ്മൾ ഈ പാസേജിൽ പറയുന്നത്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ആൻസർ എഴുതാൻ പറ്റും. ഇലക്ട്രോ റിസപ്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ ഫീറ്റ് അല്ലെ. ഫീറ്റ് എന്ന് പറയുമ്പോൾ FEAT ആണ് നമ്മുടെ ഫീറ്റ്. അവര് ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞ ഫീറ്റ് ഏതാണ്? കാല് എന്നുള്ളൊരു മീനിങ് ആണ്. ബ്രിസ്റ്റിൽസ് റിസംബിൾസ് നെയിൽസ് ഒരു ബന്ധവുമില്ല അല്ലെ. ഇത് നമുക്ക് ആൻസർ ആയിട്ട് പറയാനേ പറ്റും. ഇറ്റ് വാസ് ഡിസ്കവർഡ് ഓൺലി റീസെന്റ്. ഈ 2 ഓപ്ഷൻ തമ്മിലാണ് ഒരു പക്ഷെ ഇറ്റ് വാസ് ഓൺലി ഡിസ്കവേർഡ് റീസെന്റ് എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോ റിസപ്ഷൻ ഫീറ്റ് ആണെന്ന് പറയാൻ പറ്റൂല. അതൊരു സിഗ്നിഫിക്കന്റ് അച്ചീവ്മെന്റ് ആണ്. അതുകൊണ്ടാണ് ഇറ്റ്സ് കൺസിഡേർഡ് എ ഫീറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇലക്ട്രോ റിസപ്ഷൻ ഉള്ളത് കൊണ്ടാണ് കാറ്റർപില്ലേഴ്സിന് എന്തെല്ലാം കഴിവുകൾ അല്ലെ ഉള്ളത്. അപ്പൊ അതൊരു സിഗ്നിഫിക്കന്റ് അച്ചീവ്മെന്റ് ആണ്.
A feat implies a remarkable accomplishment which aligns with the ability to sense electric field. Electric field സെൻസ് ചെയ്യാനുള്ള അത്രയും ഒരു കഴിവ് ആ കാറ്റർപില്ലേഴ്സിന്റെ അക്കംപ്ലിഷ്മെന്റ് അല്ലെ അച്ചീവ്മെന്റിനെയാണ് ഫീറ്റ് എന്ന് ഇവിടെ പാസേജിൽ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മിസ്മാച്ച്ഡ് പ്രൊനൗൺസ് ഇൻ ദ സെക്കൻഡ് സെന്റൻസ് ഓഫ് ദ പാസേജ് ഈസ്. മിസ്മാച്ച്ഡ് പ്രൊനൗൺസ് ഇൻ ദ സെക്കൻഡ് സെന്റൻസ്. സെക്കൻഡ് സെന്റൻസ് എന്തായിരുന്നു? Caterpillars have a sixth sense that most land-based animals do. They have sense electric field around them with small bristles called a setae on its body, a feat called electroreception. Okay. അപ്പോ സീറ്റ ഓൺ ഇറ്റ്സ് ബോഡി എന്ന് ഉദ്ദേശിച്ചിട്ടാണ് അവർ എ ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പോ അവർ പറഞ്ഞിട്ടുള്ള എന്താണ്? മിസ്മാച്ച്ഡ് പ്രൊനൗൺസ് ഇതിലേതാണ് എന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഫീറ്റ് നമ്മളിപ്പോ പറഞ്ഞത് കറക്റ്റ് ആണെന്നുള്ളത്. ബാക്കിയുള്ള ഓപ്ഷൻ ഏതാണ്? ദേ ഇറ്റ്സ് ഉണ്ട്, അറൌണ്ട് ഓൺ ഉണ്ട്. ആൻസർ ഈസ് ദേ ഇറ്റ്സ് എന്നുള്ളതാണ്. ദേ മീൻസ് പ്ലൂറൽ ഫോം അല്ലെ, അത് റിസർച്ചേഴ്സിനെ ഒരുമിച്ച് പറയുന്നതാണ്. വൈൽ ഇറ്റ്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. റെഫേഴ്സ് ടു കാറ്റർപില്ലേഴ്സ് ബോഡി ക്രിയേറ്റിംഗ് എ മിസ്മാച്ച്. അപ്പോ ദേ ടു ഇറ്റ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നമ്മുടെ ദേ ക്യാൻ സെൻസ് ഇലക്ട്രിക് ഫീൽഡ് അറൌണ്ട് ദം വിത്ത് ബ്രിസ്റ്റിൽസ് കോൾഡ് സീറ്റ ഓൺ ഇറ്റ്സ് ബോഡി, a feat called electroreception. The British researchers have discovered. അപ്പൊ ദേ എന്നുള്ളത് ഇല്ലേ, കാറ്റർപില്ലേഴ്സ് എന്ന് പറഞ്ഞപ്പോ അവരെ ദ എന്ന് പ്രൊനൗൺ യൂസ് ചെയ്തു. ആ ഒരു കാര്യമാണ് നമ്മുടെ ആ ഒരു സെക്കൻഡ് സെന്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ദേ എന്നുള്ളത് ഇറ്റ്സ് അല്ലെ, ദേ പ്ലൂറൽ ആണ്. അപ്പം അത് റിസർച്ചേഴ്സിനെയാണ് പറയുന്നത്. ഇറ്റ്സ് ആണ് നമ്മൾ കാറ്റർപില്ലേഴ്സിന്റെ ബോഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The team of researchers belonged to. Researchers, British researchers എന്നല്ലേ പറയുന്നത്. So they are from United Kingdom, UK. Next question. European peacock butterfly is an butterfly അല്ലേ. ബട്ടർഫ്ലൈ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ എന്താണ്? ഇൻസെക്ട് ആണ്. മിനറൽ അല്ല, ബേർഡ് അല്ല, പ്രിമേറ്റ് അല്ല, ഇറ്റ്സ് എൻ ഇൻസെക്ട്. അപ്പം 5 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു അല്ലെ, സിമ്പിൾ ആയിരുന്നു. അപ്പം 1-2 ക്വസ്റ്റ്യൻ കൺഫ്യൂസിംഗ് ആയിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ബാക്ക് ഒന്ന് റീഡ് ചെയ്താൽ തന്നെ കിട്ടാവുന്ന ആൻസേഴ്സ്. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചാണ്. നെക്സ്റ്റ് ഒരു പാസേജ് കൂടെ നോക്കുക. ഫസ്റ്റ് ഇത് വായിക്കാം. സീയിങ് കാർസ് വിത്ത് നോ ഹ്യൂമൻ ഇൻസൈഡ് മൂവ് ത്രൂ ദ സ്ട്രീറ്റ്സ് ഈസ് എയറി ഇനഫ് ആസ് എ പെഡസ്ട്രിയൻ, ബട്ട് when I am on my bicycle I often find myself riding alongside them. And from that vantage point, you catch the ghostly spectacle of a steering wheel turning without a hand. Since August, driverless cars have been available as taxis hailed through apps, but I more often see empty cars than ones with backseat passengers. These robots in the shape of cars don't move like those with human drivers. While I waited next to one at a busy intersection, the vehicle first halted at the yellow light, then rolled into the intersection where it stopped when the light turned red, confounding the traffic around it. അപ്പൊ ഇതും ഒരാളൊരു ട്രാവൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാസേജ് ആണ്. ഒരു ട്രാവലിൽ ഒരാൾ ഒരു കാര്യം കണ്ടു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് പാസേജ് ആണ്. അപ്പം നമ്മൾ കീവേഡ്സ് നോക്കി അല്ലെ, എന്തൊക്കെയായിരുന്നു? ഏറി എന്നുള്ളൊരു വേർഡ് നമുക്ക് ഓടായിട്ട് വന്നു, കീവേഡ്സ് ആക്കി. പെഡസ്ട്രിയൻ, നെക്സ്റ്റ് നമ്മൾ വാൻറ്റേജ് പോയിന്റ്, നെക്സ്റ്റ് കീവേഡ് സ്പെക്ടക്കിൾ, നെക്സ്റ്റ് കീവേഡ് വേണേ നമുക്ക് റോബോട്ട് കൊടുക്കാം, റോബോട്ട്സ്. പിന്നെ നമ്മൾ ഒത്തിരി ലെങ്ത് നമുക്ക് അറിയാവുന്ന വേർഡ് ആണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവാം, മനസ്സിലായിട്ടുണ്ടേ. നെക്സ്റ്റ് ഇന്റർസെക്ഷൻ കൊടുത്തു, കൺഫൗണ്ടിങ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. എ പെഡസ്ട്രിയൻ travels on a bicycle, bike, airplane, on foot, in a bus or train. Pedestrian means a person who travel on his foot. Walking on footനെയാണ് നമ്മൾ പെഡസ്ട്രിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പെഡസ്ട്രിയൻ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. എന്താണ് കണ്ടത്? ആളില്ലാതെ ഒരു കാറ് തന്നെ പോകുന്നു. അപ്പൊ അത് അയാൾക്ക് ഓടായിട്ട് തോന്നി, വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. ആ സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയത് ആസ് എ പെഡസ്ട്രിയൻ, ഒരാൾ നടന്നു പോകുന്നത് പോലെ വിചിത്രമായിട്ട് അയാൾക്ക് തോന്നി ഈ കാറ് തന്നെ ആളില്ലാതെ പോകുന്നത്. അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ദ വേർഡ് ഈറി മീൻസ്. ഈറി അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തായിരുന്നു? ഈറി
Seeing cars with no human inside move through the streets is eerie. Means it is strange. അതായത് കാർ ഓടിക്കുമ്പോൾ അതിൽ ഡ്രൈവർ ഇല്ല എന്ന് പറയുന്നത് വളരെ സ്ട്രെയിഞ്ച് അല്ലേ? അപ്പൊ സ്ട്രെയിഞ്ച് എന്നുള്ളൊരു മീനിങ് ആണ് ഏറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്ട്രെയിഞ്ച് എന്ന് പറയുമ്പോൾ ഇതിൽ എന്ത് വേർഡ് ആണ് അതിന് യോജിക്കുന്നതെന്നാണ്. അൺസീംലി വരുന്നുണ്ട്, അൺകാനി, ഇൻക്രെഡിബിൾ ആൻഡ് ഇൻക്രെഡുലസ്. ഇൻക്രെഡിബിൾ എന്നൊക്കെ പറയുന്നത് നമ്മള് ഭയങ്കര അടിപൊളിയായിട്ട് ഇൻക്രെഡിബിൾ അച്ചീവ്മെന്റ് ഇങ്ങനെയൊക്കെ പറയുന്നതാണ് ഇൻക്രെഡിബിൾ. ഇവിടെ ഓഡ് അല്ലെങ്കിൽ സ്ട്രെയിഞ്ച് ആയിട്ട് പറയുന്ന വേർഡ് അൺകാനി ആണ്. അൺകാനി മീൻസ് അൺസീംലി എന്ന് പറയുമ്പോൾ സാധാരണ അല്ലാത്തതെന്നാണ്. അത് പക്ഷെ നമുക്ക് ഇവിടെ ശരിക്കും എന്താണ്, ശരിക്കും സ്ട്രെയിഞ്ച് ആണ് അല്ലെ? നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള സ്ട്രെയിഞ്ച് ആയിട്ടുള്ള, അപ്പൊ അൺക്യാനിയാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത്. സ്ട്രെയിഞ്ച് ഓർ മിസ്റ്റീരിയസ് എസ്പെഷ്യലി ഇൻ ആൻ അൺസെറ്റിൽഡ് വേ എന്നുള്ളതാണ് അൺക്യാനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈറിയുടെ മീനിങ് എന്താണ്? സിനോണിമസ് ആയിട്ട് അൺസെറ്റിലിംഗ്, അൺക്യാനി സെയിം മീനിങ് ആണ് ഈറിക്ക് വരുന്നത്. അപ്പൊ ഈറി മീൻസ് അൺക്യാനി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് പ്യുവർ വൊക്കാബുലറി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോജിക്കൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓപ്ഷൻ നിങ്ങൾ നോക്കുക. ഓപ്ഷൻ നോക്കിയിട്ട് ബാക്കിയുള്ളത് കളഞ്ഞാൽ തന്നെ ബാക്കി വന്നിരിക്കുന്ന അൺസീംലി ആൻഡ് അൺകാനി ആണ്. അപ്പോ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഈറി വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അൺകാനിയുടെ മീനിങ് അറിയത്തില്ല, തീരെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആൻസർ സ്കിപ്പ് ചെയ്യേണ്ടി വരും. പക്ഷെ മാക്സിമം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് സ്പെക്ടക്കിൾ റെഫേഴ്സ് ടു സ്പെക്ടക്കിൾ ഒരു ഗോസ്ലി സ്പെക്ടക്കിൾ ആണ് കണ്ടത്, ഒരു പേടിപ്പിക്കുന്ന കാഴ്ച എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഓപ്ഷൻസ് ഐ ഗ്ലാസസ്, ലുക്കിംഗ് ഗ്ലാസസ്, വിഷ്വൽ ഡിസ്പ്ലേ ആൻഡ് വിർച്വൽ ഡിസ്പ്ലേ. ആൻസർ എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ, ഒരു കാഴ്ച, അതിനെയാണ് വിഷ്വൽ ഡിസ്പ്ലേ ആണ് ഇവിടെ സ്പെക്ടക്കിൾ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. Striking or unusual sight. Next question, the passage mentions that driverless cars are എന്താണ് പറയുന്നത്? എന്താണെന്നാണ് പറഞ്ഞത്? ആദ്യം അയാൾ കണ്ടു, അതിനുശേഷം അയാൾ അറൈവ് ചെയ്തൊരു കൺക്ലൂഷനിലേക്ക് എത്തി. എന്തായിരിക്കും ഇത്? ആപ്സ് ആണോ, ഇൻഹ്യൂമൻ ആണോ, അൺമൂവിംഗ് ആണോ, റോബോട്ട്സ് ആണോ? ദേ ആർ റോബോട്ട്സ് അല്ലെ? റോബോട്ട്സ് ലൈക്ക് കാർസ് ആണ്. അപ്പൊ അതില് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്, പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഡ്രൈവിങ്. ഓക്കെ, അപ്പം ഡ്രൈവർലെസ് കാർസ് ആർ റോബോട്ട്സ് എന്നാണ് പാസേജിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റിയറിംഗ് വീൽ ഓഫ് ഡ്രൈവർലെസ് കാർസ് ഈസ് ഡാഷ് ടു ടേൺ വിത്തൗട്ട് ഹാൻഡ്. സ്റ്റിയറിംഗ് വീൽ തന്നെ ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ അത് ശരിക്കും പ്രോഗ്രാംഡ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രീ പ്രോഗ്രാംഡ് എന്ന് പറയാൻ പറ്റില്ല, പ്രോഗ്രാംഡ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇംപെൻഡഡ് മീൻസ് ഡിലേ ഓർ പ്രിവെന്റ് സംതിങ് ബൈ ഒബ്സ്ട്രക്ടിങ് ദം, ഹിൻഡർ ചെയ്യുക, ഒരു കാര്യത്തിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക, അതാണ് ഇംപെൻഡഡ് മീനിങ്. കാസ് പ്രോഗ്രാം ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രീതിയിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിവിടെ പ്രോഗ്രാം എന്നാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ടേം. പ്രീ പ്രോഗ്രാംഡ് എന്ന് പറയുമ്പോൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ആ ഒരു മീനിങ്. പക്ഷെ പ്രോഗ്രാംഡ് എന്താണ്? ഇപ്പോഴത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ ആ ഒരു മീനിങ് വെച്ചിട്ടാണ് പ്രോഗ്രാംഡ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് മിസ്പെൽഡ് വേർഡ്സിന്റെ കുറച്ച് രണ്ട് പാസേജ് നമ്മൾ ചെയ്തല്ലേ. ഇനി കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഗ്രാമർ പോർഷൻ നോക്കാനുണ്ട്. അപ്പൊ മിസ്പെൽഡ് വേർഡ്സ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട് ഇതിൽ. ഓക്കെ, ഇപ്പൊ പിക്ക് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോസ്റ്റർ, ഇംപെർട്ടിനന്റ്, ഇംപ്രൗഡന്റ്, ഇംപാൾട്രി. ഇതിൽ കറക്റ്റ്ലി സ്പെൽഡ് ചെയ്ത വേർഡ് ഏതായിരിക്കും? ഇവിടെ ആൻസർ ഇമ്പോസ്റ്റർ ആണ്. കാരണം ഇംപെർട്ടിനന്റിന്റെ സ്പെല്ലിങ്ങില് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലെ? എ അല്ല, ഇവിടെ ഇ ആണ്. ഇംപെർട്ടിനന്റ്, NENT ആണ് വരുന്നത്. ഇംപ്രൗഡന്റ് നോക്കാം, ഇംപ്രൂഡന്റ് എന്നാണ്. ഓക്കെ, ഇംപ്രൂഡന്റ് എന്നാണ് ആ ഒരു വേർഡ് മീനിങ്. ഇംപ്രൗഡന്റ് എന്നൊരു വേർഡ് ഇല്ല, അത് മിസ്റ്റേക്ക് ആണ്. ഇംപ്രോർട്ടന്റ്, അതും തെറ്റാണ്. ഇമ്പോർട്ടന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇവിടെ ആൻസർ ഏതാണ്? ഇംപോസ്റ്റർ എന്നുള്ള ആൻസർ ആണ് കറക്റ്റ്. ഇംപോസ്റ്റർ ഈസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്.